ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അത്തച്ചമയത്തിൻ്റെ അന്നാണ്. അത്തച്ചമയത്തിൻ്റെ അന്ന് പറയുമ്പോഴത്തേക്കും ഇന്നേക്ക് 2 ദിവസം മുമ്പ്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാലും സാരില്ല, വീഡിയോ ഇവിടെ തന്നെ കിടക്കട്ടെ അല്ലേ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊരു വികാരവും ആവേശമൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ അത് ഏത് നാട്ടിലായാലും ഏത് രാജ്യത്തായാലും ഓണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ആയാലും ആഘോഷിച്ചിരിക്കും. പറ്റുന്നതാണെങ്കിൽ നമ്മൾ നാട്ടിൽ വരെ വന്നിരിക്കും. വിദേശത്തുള്ള നാട്ടുകാരൊക്കെ ആണെങ്കിൽ നാട്ടിൽ തന്നെ വന്നിരിക്കും ഓണം ആഘോഷിക്കാനായിട്ട്. അപ്പോൾ കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ. അപ്പോൾ ഈ ഓണത്തിൻ്റെ വരവേൽപ്പിനായിട്ട് അത്തത്തിൻ്റെ അന്ന് തുടങ്ങുന്ന ഒരു ആഘോഷമാണ് അത്തച്ചമയം. നമ്മൾ തൃപ്പൂണിത്തുറക്കാരുടെ ഒരു ആവേശം. അപ്പോൾ തൃപ്പൂണിത്തുറക്കാരുടെ ആവേശങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന് തൃപ്പൂണിത്തുറ ഉത്സവവും, 2 അത്തച്ചമയവും. ഇന്ന് അത്തച്ചമയമായിട്ട് എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. ഇന്നല്ല, സോറി, 2 ദിവസവും എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും സാരില്ല, വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. മഹാബലി തമ്പുരാനെ നമ്മുടെ പടിയിൽ നിന്ന് തന്നെ വരവേറ്റ് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് വീടിൻ്റെ പടിക്ക് ഞാൻ ഈ പൂമാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. കൂടാതെ സ്റ്റിക്കറും. ആ സ്റ്റിക്കർ ഞാൻ ഫോറം മോളിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഈ പൂമാലകൾ ഞാൻ കഴിഞ്ഞ വിഷുവിന് തൃപ്പൂണിത്തുറയിലെ പൂക്കടയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ പടിയിൽ ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ. നമുക്ക് പൂവിടാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ചെറുതായിട്ട് വളരെ മിനിമലായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 4 തോരണങ്ങൾ. ഈ 4 തോരണങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ബ്രോഡ്വേയിൽ പോയപ്പോഴത്തേക്കും ഞാൻ മേടിച്ചാണ്. നല്ല ഭംഗിയായതുകൊണ്ട് ആ വിളക്ക് കത്തിക്കുന്ന 2 സൈഡിൽ നൂല് കെട്ടി ഞാനവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കഴിഞ്ഞു. ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഞാൻ ചെറിയ മിനിമലായിട്ടുള്ള രീതിയിൽ ഓണത്തിൻ്റെ വൈബിനനുസരിച്ചുള്ള ഡെക്കറേഷൻ്റെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ സമയം ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ നൈറ്റ് ഡ്രസ്സുകളൊന്ന് റീസ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ആദ്യമേ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു 3/4 നൈറ്റി ആണെന്നൊന്നും പറയുന്നത്, അത് റീസ്റ്റിച്ച് ചെയ്യാനെടുത്തു. അതിനുശേഷം ഈ 2 പലാസോ പാൻസ്, ഇതും 3/4 ആണ്, ഇതും റീസ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 3/4 നൈറ്റി കോട്ടൺ ആണ്. പിന്നെ ഈ 2ഉം റയോൺ മെറ്റീരിയലാണ്, കോട്ടൺ അല്ല. പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയലാണ്, ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റീസ്റ്റിച്ച് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലോണം ലാസ്റ്റ് ചെയ്തോളുമല്ലോ. എനിക്ക് ഫുള്ളായിട്ടുള്ള പാൻസും നൈറ്റിയും അല്ലെങ്കിൽ പലാസോ പാൻസിനേക്കാളൊക്കെ കൺവീനിയൻറ്റും എനിക്കിഷ്ടവും ഈ ഇങ്ങനത്തെ 3/4 ആയിട്ടുള്ള നൈറ്റിയും പാൻറ്റൊക്കെയാണ്. അതാകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റും സൗകര്യം അതാണ്. അപ്പം ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത് നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് പുതിയകാവിലേക്ക് വരുന്ന വഴിക്കുള്ള എൻ സ്റ്റൈലിൻ്റെ കടയിൽ നിന്നാണ്.